നമസ്കാരം. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഫോക്കസ് ഏരിയയിൽ നിന്ന് ഹിന്ദിയിൽ 5 ചാപ്റ്ററാണ് തന്നിട്ടുള്ളത്. ഇക്കായി ഏക്കിലെ ബീർ ബഹുട്ടി, ഹതാശാസ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, ടൂട്ടാ പഹിയ, ഇക്കായി ദോയിൽ നിന്ന് അയാം കലാം കെ ബഹാനെ സബ്സെ ബഡാ ഷോമാൻ. ഇങ്ങനെ 5 ചാപ്റ്ററാണ് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീർ ബഹുട്ടി ചാപ്റ്ററിനെ കുറിച്ചാണ്. ഇതൊരു കഥയാണ്. കഹാനി, ഇസ് കഹാനി കാ ലേഖക്, ഈ കഥ എഴുതിയത് പ്രഭാതാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് വരുന്ന പട്കഥ, ഡയറി, പത്ര, അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ, പോസ്റ്റർ, വാർത്താലാപ് എന്നിവയാണ്. ആദ്യം ഞാൻ ഈ പാഠഭാഗത്തിൻ്റെ സമ്മറി ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാത് കി ഏക് സുന്ദർ കഹാനി ഹെ ബീർ ബഹുട്ടി. പ്രഭാതിൻ്റെ ഒരു മനോഹരമായ കഥയാണ് ബീർ ബഹുട്ടി. ബേല ഓർ സാഹിൽ നാം കെ ദോ ബच्चे ഇസ്കെ മുഖ്യ പാത്ര ഹെ. ബേലയും സാഹിലും എന്നു പേരായ 2 കുട്ടികളാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. 5वीं कक्षा तक वे एक साथ पढ़ते और खेलते थे. 5ാം ക്ലാസ് വരെ അവർ ഒരുമിച്ചാണ് പഠിച്ചതും കളിച്ചതുമെല്ലാം. 6ठी कक्षा में वे अलग अलग होते हैं. 6ാം ക്ലാസ്സിൽ അവർ വേർപിരിയുകയാണ്. യഹ് ബിച്ചുടൻ വേ സഹ് നഹി സക്തെ. ഈ വേർപാട് അവർക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിക്കുകയും കളിക്കുകയുമൊക്കെ ചെയ്ത 2 കുട്ടികളുടെ കഥയാണ് ബീർ ബഹുട്ടി. ഈ പാഠഭാഗത്തിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബീർ ബഹുട്ടി കിസ്കി കഹാനി ഹെ. ബീർ ബഹുട്ടി ആരുടെ കഥയാണ്? ഉത്തർ പ്രഭാത് കി. പ്രഭാതിൻ്റെ കഥയാണ് ബീർ ബഹുട്ടി. ഇൻമേ കിൻകി ദോസ്തി കെ ബാരെ മേ കഹാ ഗയാ ഹെ. ഇതിൽ ആരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തർ ബേല ഓർ സാഹിൽ കി. ബേലയുടെയും സാഹിലിൻ്റെയും ദോസ്തി കെ ബാരെ മേ കഹാ ഗയാ ഹെ. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഇസ് കഹാനി കാ മുഖ്യ പാത്ര കോൺ കോൺ ഹെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? ഉത്തർ സാഹിൽ ഓർ ബേല. ഗണിത് കെ മാഡ് സാബ് കോൺ തെ. ഗണിത അധ്യാപകൻ ആരായിരുന്നു? സുരേന്ദർ ജി. ബേല ഓർ സാഹിൽ ബീർ ബഹുട്ടിയോं को कब और कहाँ ढूंढते हैं. ബേലയും സാഹിലും ബീർ ബഹുട്ടി എപ്പോൾ എവിടെയാണ് അന്വേഷിച്ചിരുന്നത്? ഉത്തർ സബേരെ. രാവിലെ. കസ്ബേ സെ സട്ടെ ഗേത്തോമേം. നഗരത്തിനോട് ചേർന്ന വയലുകളിലാണ് ബീർ ബഹുട്ടിയാം ഗോജിത്തെ ഹേം. ബീർ ബഹുട്ടി അന്വേഷിച്ചിരുന്നത്. ബേല കെ സിർ പർ ചോട്ട് കൈസെ ലഗി. ബേലയുടെ തലയിൽ മുറിവുണ്ടായത് എങ്ങനെ? ഛത്ത് സെ ഗിർ ജാനെ കി കാരൻ. തട്ടിൻപുറത്തു നിന്ന് വീണത് കൊണ്ടാണ് ബേലയുടെ തലയിൽ മുറിവ് സംഭവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ബേല ഓർ സാഹിൽ കൈസെ അലക് ഹോ ഗയേ. ബേലയും സാഹിലും എങ്ങനെയാണ് വേർപിരിഞ്ഞത്? ഉത്തർ ഉൻകാ സ്കൂൾ 5वीं कक्षा तक ही था. അവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സാഹിൽ കി പിണ്ടലി മേ ഗഹര ഗഡ്ഡ കൈസെ ഹോ ഗയാ. സാഹിലിൻ്റെ കണ്ണങ്കാലിൽ 1 ഇഞ്ച് ആഴമുള്ള മുറിവുണ്ടായത് എങ്ങനെയാണ്? സാഹിൽ എക് സ്റ്റൂൾ പർ ചढ़कर नीम की डाली में झूम रहा था. तब स्टूल की एक कील उसकी पिंडली में लग गई. സാഹിൽ ഒരു സ്റ്റൂളിൽ കയറിയിട്ട് നീം കി ഡാലിമേൻ, ആര്യവേപ്പിൻ്റെ കൊമ്പിൽ പിടിച്ച് ജൂം രഹാദ ആടുകയായിരുന്നു. തബ് സ്റ്റൂൾ കി ഏക് കീൽ, ആ സമയത്ത് സ്റ്റൂളിൻ്റെ ഒരു ആണി ഉസ്കി പെൻഡിലിമേ ലഗയി, അവൻ്റെ കണ്ണങ്കാലിൽ തറച്ചു. ബേല അബ് കഹാ പഠേഗി. ബേല ഇനി എവിടെ പഠിക്കും? രാജകീയ കന്യാ പാഠശാലാമേ. സാഹിൽ അബ് കഹാ പഠേഗ. സാഹിൽ ഇനി എവിടെയാണ് പഠിക്കുന്നത്? അജ്മീർ മേ. ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഇതാണ്, ബാദൽ കോ ദേഖ് കർ ഗഡേ കോ नहीं डुलाना चाहिए. दुकानदार ने ऐसा क्यों कहा. മേഘത്തെ കണ്ട് കുടമൊഴുക്കി കളയരുത്. കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തർ സ്യാഹി ഭർവാനെ के लिए साहिल ने कलम की स्याही छिड़का दी, लेकिन दुकान से स्याही नहीं मिली. इस प्रसंग में दुकानदार ने ऐसा कहा. മഷി നിറയ്ക്കാൻ വേണ്ടി സാഹിൽ പേനയിൽ മഷി ഒഴുക്കിക്കളഞ്ഞു, കുടഞ്ഞു കളഞ്ഞു. എന്നാൽ കടയിൽ നിന്ന് മഷി ലഭിച്ചതുമില്ല. ഇസ് പ്രസംഗമേ ദുക്കാൻദാറിനെ ऐसा कहा. ഈ സന്ദർഭത്തിലാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. इसका मतलब यह है कि आगे कोई वस्तु मिलने की उम्मीद में अपने पास जो कुछ है
उसे छोड़ देना कभी अच्छा नहीं होगा. ഏതെങ്കിലും വസ്തു കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മുടെ കയ്യിലുള്ളത് ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई क्यों? അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് കാണാറുണ്ട്. ഉത്തർ बेला को मालूम था कि वह साहिल के नज़र में बहुत अच्छी है. സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബേല നല്ല കുട്ടിയാണെന്ന് അവൾക്ക് അറിയാം. ഗണിത് കെ മാസ്റ്റർ സാഹിൽ കെ സാമനെ ഉസ്ക അപമാൻ കിയ. ഗണിത അധ്യാപകൻ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചാണ് അവളെ അപമാനിച്ചത്. ഇസ്ലിയെ വഹ സാഹിൽ കെ നസർ നഹി മിലാ പായി. അതുകൊണ്ടാണ് അവൾക്ക് സാഹിലിനു നേർക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ബേല ഖുദ് കോ ശർമിത മഹസൂസ് കർ രഹി തി. ക്യൂ? ബേല സ്വയം ലജ്ജിതയായതായി തോന്നി. എന്തുകൊണ്ടാണ്? ഉത്തർ സാഹിൽ കെ സാമനെ മാഡ് സാബ് നെ ബേല കെ ബാലോ മെ പഞ്ച ഫംസായ. സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് മാഡ് സാബ് ബേലയുടെ മുടിയിൽ കുരുക്കി. ഇതാണ് അവൾക്കൊരു ലജ്ജിതയായതായിട്ട് അനുഭവപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, गणित के माड साहब सुरेंद्र जी ने बेला के बालों में पंजा फंसाया फिर छोड़ दिया. उस घटना के बारे में बेला क्या क्या सोचती होगी? बेला के विचार लिखे. ഗണിതാധ്യാപകനായ സുരേന്ദ്രജി ബേലയുടെ മുടി പിടിച്ച് കുരുക്കി. ഫിർ ചോട് ദിയ, പിന്നീട് വിട്ടു. ഉസ് ഘടന കെ ബാരെ മേം, ആ സംഭവത്തെക്കുറിച്ച് ബേല ക്യാ ക്യാ സോച്ചത്തി ഹോങ്കി, ബേല എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും. ബേല കെ വിചാർ ലിഖെ, ബേലയുടെ ചിന്തകൾ എഴുതാം. ഉത്തർ ബേല കെ വിചാർ, ബേലയുടെ ചിന്തകൾ. ആജ് കക്ഷാ മേം സുരേന്ദർ ജി ने मेरे बालों में पंजा फंसाया. किसी गलती पाकर मुझे फेंकने वाले थे. എന്തോ തെറ്റ് കണ്ടിട്ട് സുരേന്ദർ സാർ ഇന്ന് ക്ലാസ്സിൽ എൻ്റെ മുടി പിടിച്ച് കുരുക്കുകയും എറിയുകയും ചെയ്തു. ലക്കിൻ ബച്ച് ഗയി, എന്നാൽ രക്ഷപ്പെട്ടു. മേരാ മൻ ഉദാസ് ഹോ ഗയ, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മാഡ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. സാറ് അടിച്ചത് സാഹിലിൻ്റെ മുമ്പിലായിരുന്നു. വഹ് മുझे പസന്ത് നഹി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉസ്കി നസർ മേ മേ അച്ചി ലഡ്കി ഹും. ഉസ്കി നസർ മേ മേ അച്ചി ലഡ്കി ഹും, അവൻ്റെ മുമ്പിൽ ഞാൻ നല്ലൊരു പെൺകുട്ടിയാണ്. ഫിർ ഉസ്സെ നസർ നഹി മിലാ പായി, പിന്നീട് എനിക്ക് അവനെ നോക്കാൻ സാധിച്ചില്ല. സച്ച് മേ വഹ് ഗൽത്തി നഹി തി, യഥാർത്ഥത്തിൽ അതിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗൽത്തി ഹോത്തി തോ മേരി ഹാലത്ത് ക്യാ ഹോത്തി, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഗൽത്തി ഹോത്തി തോ മേരി ഹാലത്ത് ക്യാ ഹോത്തി, തെറ്റ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. സോച്ച് ബി നഹി സക്തി, എനിക്കത് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ്. ബാറ്റ്ചീത് തയ്യാർ കരേ. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. ബേലയുടെ മനസ്സ് വല്ലാതെ മോശമായി. സച്ച് മേ ഉസ്നെ കോയി ഗൽത്തി നഹി കീ തി, സത്യത്തിൽ അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടുണ്ടായില്ല. ഘർ ജാക്കർ ബേല അപ്നി മാ സെ ഇസ് ഘടന കാ സംബന്ധ് മേ കുച്ച് ബതാത്തി ഹെ. വീട്ടിൽ ചെന്നിട്ട് ബേല തൻ്റെ അമ്മയോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു. മാ ഓർ ബേല കി ബാറ്റ്ചീത് തയ്യാർ കരേ. അമ്മയും ബേലയും തമ്മിലുള്ള സംഭാഷണമാണ് തയ്യാറാക്കാൻ തന്നിട്ടുള്ളത്. ഉത്തർ മാം. അരി ബേല ചുപ് ക്യൂ ഹോ. ബേല, നീ എന്താ നിശബ്ദമായി ഇരിക്കുന്നത്? ബേല കുച്ച് നഹി മാ, ഒന്നുമില്ല അമ്മേ. മാ ബതാവോ നാ ക്യാ ഹുവ, പറയൂ എന്ത് സംഭവിച്ചു? ബേല കക്ഷാ മേ മുझे പീഡ, ക്ലാസ്സിൽ എന്നെ തല്ലി. മാ ക്യോ കിസ്നെ പീഡ, എന്തുകൊണ്ട്, ആരാണ് തല്ലിയത്? ബേല ഗണിത് കെ അധ്യാപക് സുരേന്ദർ മാഡ് സാബിനെ കോയി ഗൽത്തി ഹി നഹി തി. ഗണിത അധ്യാപകനായ സുരേന്ദർ സാറാണ്. കോയി ഗൽത്തി ഹി നഹി തി, യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല. മാ ഫിർ ക്യൂം, പിന്നെ എന്തുകൊണ്ട്? ബേല പത്താ നഹി മാ, അറിയില്ല അമ്മേ. ഉൻഹോനെ കോപ്പി കോ മേരെ ബേഠ്നെ കി ജഗഹ് പർ ഫേങ്ക, അദ്ദേഹം കോപ്പി ഞാൻ ഇരിക്കുന്നിടത്തേക്ക് എറിഞ്ഞു. മാ അരേ അരി ബേട്ടി രോ മത്ത്, മോളെ നീ കരയരുത്. ബേല മുझे അബ് ബി പത്താ നഹി മേരി ഗൽത്തി ക്യാ തി, സബ് സാഹിൽ കെ സാമനെ, എനിക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ മിസ്റ്റേക്ക് എന്തായിരുന്നുവെന്ന്, എല്ലാം സാഹിലിൻ്റെ മുമ്പിൽ. മാ ഫിക്കർ മത് കറോ ബേട്ടി, മേ ഉൻസെ ബാത് കറോ. മകളെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാം.
സഹി മിലാൻ കരെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സഹി മിലാൻ കരെ. കറക്റ്റായിട്ട് യോജിപ്പിക്കാം. ബच्चे सुरेंद्र मास्टर साहब से डरते थे. एक दिन सुरेंद्र मास्टर साहब ने बेला का भयभीत चेहरा देखकर बेला का मन बहुत खराब हो गया. साहिल पूरी तरह डर गया क्योंकि साहिल के सामने उसे पीठ मिला, क्योंकि वे ज़रा सी गलती पर बच्चों को फेंक देते और मारने लगते. बेला के बालों में पंजा फंसाया. ഇതിന് നമുക്ക് കറക്റ്റായിട്ട് യോജിപ്പിക്കാം. ആദ്യത്തേത് ബच्चे सुरेंद्र मास्टर साहब से डरते थे क्योंकि वे ज़रा सी गलती पर बच्चों को फेंक देते और मारने लगते. അടുത്തത് एक दिन सुरेंद्र मास्टर साहब ने बेला के बालों में पंजा फंसाया. बेला का भयभीत चेहरा देखकर साहिल बुरी तरह डर गया. बेला का मन बहुत खराब हो गया क्योंकि साहिल के सामने उसे पीठ मिला. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനും തന്നിരിക്കുന്നത്. क्वेश्चन इदान 14 सितंबर को आपके स्कूल में हिंदी मंच के तत्वावधान में साहित्यकार प्रभात की बीरबहुटी कहानी का मंचीकरण होने वाला है. इसकी सूचना देने वाला एक पोस्टर तैयार करें. സെപ്റ്റംബർ 14നോടനുബന്ധിച്ച് ആപ്കെ സ്കൂൾ മേ നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി മഞ്ച് കെ തദ്വാവധൻ മേ ഹിന്ദി ദിവസത്തിനോടനുബന്ധിച്ച് സാഹിത്യകാരൻ പ്രഭാതിൻ്റെ ബീർബഹുട്ടി കഥയുടെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. ഇസ്കി സൂചന ദേനേവാൽ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കറേം. ഇവിടെ തന്നിരിക്കുന്ന പോസ്റ്റർ പ്രോഗ്രാം ബേസ് ചെയ്ത് നടക്കുന്ന ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, ദിവസം, പ്രോഗ്രാം എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നോക്കാം നമുക്ക്. തന്നെ പ്യാർ റിഷ്തോം കി കടി ഹേ. ഈ പാഠഭാഗത്തിൽ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹം ബന്ധങ്ങളുടെ ഒരു ചങ്ങലയാണ്. ബീർബഹുട്ടി പാഠഭാഗത്തിൻ്റെ പേര് കൊടുക്കാം. കഹാനി കാ മഞ്ചീകരൺ, ദോ സ്കൂളി ബച്ചോം കി ദോസ്തി, മിലൻ ഓർ ജുദായി കി കഹാനി, രണ്ട് കുട്ടികളുടെയോ സൗഹൃദത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും വേർപാടിൻ്റെയും കഥ. മൂൽക്കഥ പ്രഭാത്, അവതരൺ സ്കൂൾ ഹിന്ദി മഞ്ച്, സർക്കാരി ഹൈസ്കൂൾ കൊല്ലം. ഡേറ്റ് കൊടുക്കുക 14 സിതംബർ 2020 സവേരെ 10 ബജെ. ടൈം കൊടുക്കാം സവേരെ 10 ബജെ, രാവിലെ 10 മണിക്ക്. സബ്കാ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ഈ പാഠഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പടുക്കഥ, ഡയറി, ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയും അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.